ശക്തമായ മഴ തുടരും എന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിലായി. വേളിപ്പൊഴി സമയബന്ധിതമായി മുറിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആരോപണം. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകൾ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം യോഗം ചേരും. ഇടുക്കിയിൽ കനത്ത മഴയിൽ കൃഷിനാശമുണ്ടായി. അപ്പുറത്തെ ഇടിച്ചിൽ ഒരു ഈട്ടി വെള്ളത്തിൽ കൂടെ പോകുന്ന കണ്ടില്ലേ? അതേപോലെ ഈ വെള്ളം ശക്തമായ മഴയിൽ ആലപ്പുഴയിൽ ദേശീയപാതയിൽ യാത്രാ ദുരിതം രൂക്ഷമാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ്, സലിം മാലിക്, മേഘന മുരളി, രാഹുൽ വിജയൻ എന്നിവർ തത്സമയം വിശദാംശങ്ങളുമായി. ആദ്യം പോകുന്നത് അലക്സ് റാം മുഹമ്മദിലേക്കാണ്. അലക്സ്, ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണോ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ കനത്ത മഴ പെയ്യുന്ന? ഏറ്റവും പുതിയ മുന്നറിയിപ്പ് എങ്ങനെയാണ്? അനുജ, തീർച്ചയായും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ശക്തി കൂടിയ ഒരു ചക്രവാത ചുഴി കഴിഞ്ഞ ദിവസം നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. അത് അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ന്യൂനമർദ്ദമായി അത് രൂപപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു അറിയിപ്പിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും സംസ്ഥാനത്ത് മഴ കനക്കും. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും ഇന്നെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനു പുറമെ ടൈംലി അലർട്ട് കഴിഞ്ഞ അടുത്ത 3 മണിക്കൂറുകൾക്കുള്ള മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ സമയത്തും നിലനിൽക്കുന്നുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത ഈ സമയത്തും തുടരണം. കാരണം മലയോര മേഖലയിൽ ശക്തമായ കാറ്റിനും മഴ കനക്കാനും സാധ്യതയുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ പോലുള്ള അപകടങ്ങൾക്ക് സാധ്യത ആ പ്രദേശത്ത് കൂടുതലാണ്. അതുമാത്രമല്ല, ഈ തെക്കൻ കേരളത്തിലെ മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച മഴ മണിക്കൂറുകളോളം അതിശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയത്. 100 മുതൽ 120 മില്ലിമീറ്റർ വരെയൊക്കെ മഴ തിരുവനന്തപുരം നഗരമേഖലയിൽ ഇതിനോടകം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രത്യേകിച്ച് നഗരമേഖലയിൽ നമ്മൾ നിൽക്കുന്ന കിഴക്കേക്കോട്ട, ഒപ്പം പഴവങ്ങാടി, തമ്പാനൂർ തുടങ്ങിയ മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ അല്പസമയം മഴ മാറി നിന്ന പശ്ചാത്തലത്തിൽ ഈ വെള്ളം ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ റോഡുകളിലുണ്ട്. അപ്പോഴും ഇട റോഡുകളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമാണ്. കരിമഠം കോളനിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തൊട്ടടുത്ത തട്ടക്കുളങ്ങരയിൽ യമുനാ നഗറിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. SS കോവിൽ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. സമാനമായി തന്നെ ഈ ആമയിഴഞ്ചൻ തോടും പാർവതി പുത്തനാറും കവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായി ജനപ്രതിനിധികൾ ഇപ്പോൾ ആരോപിക്കുന്നത് വേളിപ്പൊഴി മുറിക്കാൻ, ഇന്നലെ തന്നെ മഴ ശക്തമായ പശ്ചാത്തലത്തിൽ വേളിപ്പൊഴി മുറിക്കുന്നതിന് ജനപ്രതിനിധികൾ ജില്ലാ ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. അത്തരത്തിൽ സമയബന്ധിതമായി വേളിപ്പൊഴി മുറിക്കുന്നതിന് ജില്ലാ ഭരണകൂടം നടപടി കൈക്കൊണ്ടില്ല എന്നാണ് ജനപ്രതിനിധികൾ ആരോപിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ ജില്ലാ ഭരണകൂടം ഈ വേളിപ്പൊഴി മുറിക്കുന്ന നടപടി ആരംഭിച്ചിരുന്നു. വേളിപ്പൊഴി ഇപ്പോൾ മുറിച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുന്നത് വേലിയേറ്റമാണ്. വേലിയേറ്റ സമയമായതിനാൽ, വേലിയേറ്റമുള്ളതിനാൽ തന്നെ വെള്ളം ഇറങ്ങിപ്പോകാത്ത പശ്ചാത്തലമുണ്ട്. കരിക്കകത്തെ പല വീടുകളിലും അതെ, നമ്മൾ ഈ കരിക്കകത്ത് എന്താണ് സംഭവിച്ചത് എന്നതറിയാൻ സലിം മാലിക് ഉണ്ട് തത്സമയ വിവരങ്ങളുമായി. സലിം, നഗരത്തിലൊക്കെ വെള്ളക്കെട്ട് അത് നമ്മൾ സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ്. ഒരു വലിയ മഴ പെയ്താൽ അപ്പോൾ നഗരം മുഴുവൻ വെള്ളത്തിലാകുന്ന കാഴ്ച കാണാറുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.